ഹലോ ഫ്രണ്ട്സ്, പത്രമാറ്റിൽ ഇനി വരാൻ പോകുന്ന നല്ലൊരു അടിപൊളി ട്വിസ്റ്റുകളാൽ നിറഞ്ഞൊരു അടിപൊളി സൂപ്പർ എപ്പിസോഡിന്റെ റിവ്യൂലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ DNA ടെസ്റ്റ് ഒക്കെ എടുക്കുന്നുണ്ട് കേട്ടോ. എന്നാൽ അവിടെയും അബി ഒരു പണി പറ്റിക്കുന്നുണ്ട്. DNA ടെസ്റ്റിന് എടുത്തു വെച്ച സാമ്പിളൊക്കെ അബി അങ്ങോട്ട് എടുത്ത് മാറ്റുകയാണ്. ഇതാണെങ്കിൽ ആദർശും നയനയും കിരണും ആരും തന്നെ അറിഞ്ഞിട്ടും ഉണ്ടാവില്ല. അങ്ങനെ ഫൈനലി ആ ഒരു DNA ടെസ്റ്റിന്റെ റിസൾട്ട് കിട്ടുമ്പോൾ ആദർശ് തന്നെയാണ് അച്ഛനെന്ന് തെളിയുന്നുണ്ട്. അബിക്ക് ഇത് തന്നെയാണ് വേണ്ടിയിരുന്നതും. അതുകൊണ്ട് തന്നെ അബി വേഗം തന്നെ എല്ലാവരോടും ചെന്ന് കാര്യങ്ങളൊക്കെ അറിയിക്കുന്നുണ്ട്. ആദർശാണ് ചന്ദമോളുടെ അച്ഛൻ എന്നുള്ള കാര്യം DNA ടെസ്റ്റിൽ തെളിഞ്ഞെന്നുള്ളൊരു കാര്യം. എന്നാൽ നയന മാത്രം ഇതൊരിക്കലും വിശ്വസിക്കുന്നില്ല കേട്ടോ. നയന പറയുന്നുണ്ട്, ഒരിക്കലുമില്ല മുത്തച്ഛ, ഇത് ഫേക്കാണ്. ഇതിലെന്തോ ക്രമക്കേട് ചെയ്തിട്ടുണ്ട്, അല്ലാതെ ഒരിക്കലും ഇങ്ങനെ വരില്ല. ഇതിന് പിന്നിൽ ആരൊക്കെയോ കളിച്ചിട്ടുണ്ട്, അതെനിക്ക് ഉറപ്പാണ്. എന്റെ ഭർത്താവിനെ എനിക്ക് വിശ്വാസമാണ്. എന്റെ ഭർത്താവ് ഇങ്ങനെ ഒരു തെറ്റ് ഒരിക്കലും ചെയ്യില്ല. അങ്ങനെയും പറഞ്ഞ് അഭിയെ ഒരു വല്ലാത്ത നോട്ടവും നോക്കിയിട്ടാണ് നയന അകത്തേക്ക് കയറി പോകുന്നത്. പിന്നാലെ ആദർശം വന്നിട്ട് എല്ലാവരോടായിട്ട് പറയുന്നുണ്ട്, എന്റെ ഭാര്യയുടെ താല്പര്യം എന്താണോ അത് തന്നെയാണ് എന്റെയും താല്പര്യം. അവൾക്ക് എന്നെ വിശ്വാസമാണെങ്കിൽ ഈ ലോകത്ത് മറ്റാരും എന്നെ വിശ്വസിച്ചില്ലെങ്കിലും എനിക്ക് ഒരു കുഴപ്പമില്ല. എന്റെ കൂടെ ജീവിക്കുന്നത് അവളാ. അവൾക്കറിയാം ഞാൻ അങ്ങനെ ഒരു തെറ്റ് ചെയ്യില്ലെന്ന്. എന്റെ മുത്തശ്ശനെയും മുത്തശ്ശിയും ഞാൻ ഒരുപാട് സ്നേഹിക്കുന്നുണ്ട്, ഞാൻ ഒരുപാട് ബഹുമാനിക്കുന്നുണ്ട്. പക്ഷെ അവരുടെ കണ്ണിൽ പോലും ഞാൻ സംശയത്തിന്റെ നിഴലിലാണെങ്കിൽ പിന്നെ ആ സ്നേഹത്തിനൊന്നും ഒരർത്ഥവും ഇല്ല. എന്നെ നൊന്ത് പ്രസവിച്ച എന്റെ അമ്മ പോലും എന്നെ ഇപ്പൊ വിശ്വസിക്കുന്നില്ല. അതുകൊണ്ട് ഞാനിതൊന്നും അത്ര വലിയ കാര്യമാക്കുന്നില്ല. ഇങ്ങനെ പറഞ്ഞ ആദർശ് വിഷമത്തോടെ കണ്ണ് നിറഞ്ഞുകൊണ്ട് അകത്തേക്ക് കയറി പോകുന്നുണ്ട് കേട്ടോ. മുത്തശ്ശനും മുത്തശ്ശിക്കും ആണെങ്കിലും ആദർശിന്റെ അവസ്ഥ കണ്ട് സങ്കടാവുന്നുണ്ട്. പക്ഷെ DNA ടെസ്റ്റ് റിസൾട്ട് വരെ ആദർശിനെതിരായതുകൊണ്ട് തന്നെ അവർക്ക് പൂർണ്ണമായിട്ടും ആദർശിനെ സപ്പോർട്ട് ചെയ്ത് സംസാരിക്കാനും പറ്റുന്നില്ല. അഭിയാണെങ്കിൽ തന്റെ പദ്ധതികളൊക്കെ വിജയിച്ചു തോർത്ത ഗൂഢലക്ഷ്യത്തോടെ ഒരു ചിരിയും ചിരിച്ചു നിൽക്കുന്നു. ഏതായാലും പിന്നീട് അങ്ങോട്ട് എല്ലാവരും ആദർശിനെ തന്നെയാണ് കേട്ടോ കുറ്റം പറയുന്നത്. ജലജയും ജാനകിയും ഒക്കെ പരസ്പരം പറയുന്നുണ്ട്, അവന്റെ ഒരു കള്ളാഭിനയം കണ്ടില്ലേ, ഇത്രയും കാലം എന്തായിരുന്നു, വലിയ ആദർശവാനായിരുന്നല്ലോ എല്ലാവരുടെയും മുമ്പില്. ഇപ്പൊ എന്തായി, തൊലി ഒരിഞ്ഞു പോയില്ലേ അവന്റെ, എന്നിട്ട് അതും പോരാഞ്ഞ അവന്റെ ഒരു അഭിനയം. ഇങ്ങനെയൊക്കെ പറഞ്ഞ് രണ്ടെണ്ണവും കളിയാക്കി ചിരിക്കുന്നുണ്ട് കേട്ടോ. അതിനുശേഷം മുത്തശ്ശിയും മുത്തശ്ശനോട് ചോദിക്കുന്നുണ്ട്, ആദർശാണ് ആ ചന്ദമോളുടെ അച്ഛനെന്ന് നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടോ എന്ന്. മുത്തശ്ശനപ്പൊ തിരിച്ചു ചോദിക്കും, ഈ റിപ്പോർട്ട് കണ്ടിട്ട് നിനക്ക് എന്ത് തോന്നുന്നു എന്ന്. അപ്പോ മുത്തശ്ശി പറയുന്നുണ്ട് മുത്തശ്ശനോട്, ഡോക്ടറും അവിടെ ഉള്ളവരും ഒക്കെ നിങ്ങൾക്ക് വിശ്വാസമുള്ളവരായിരിക്കാം, അവര് തെറ്റൊന്നും ചെയ്യില്ലായിരിക്കാം. പക്ഷെ എനിക്ക് തോന്നുന്നു നയന പറഞ്ഞതുപോലെ ഒരു കണ്ണ് ചുമ്മുന്ന സമയം മതിയല്ലോ ഒരു ക്രമക്കേട് ഉണ്ടാക്കാനായിട്ട്. ആ സാമ്പിൾ മാറ്റി വെക്കാനായിട്ട് ഒരു സെക്കൻഡ് മതിയല്ലോ. അതുകൊണ്ട് അങ്ങനെ എന്തെങ്കിലും സംഭവിച്ചത് അവനെ വഴിയുള്ളൂ എന്ന് മുത്തശ്ശി പറയുന്നുണ്ട്. മുത്തശ്ശനാണെങ്കിൽ അത് കേട്ടിട്ട്, എടോ ആ ഒരു സാധ്യത ഞാനും അംഗീകരിക്കുന്നു. ആദർശിപ്പം മനസ്സിൽ തട്ടി അങ്ങനെയെല്ലാം പറഞ്ഞിട്ട് പോയത് താനും കേട്ടതല്ലേ. അതുകൊണ്ട് DNA ടെസ്റ്റിന് അപ്പുറത്തേക്ക് നമ്മൾ അവനെയാണ് വിശ്വസിക്കേണ്ടത്. ഇത് അവന്റെ കുട്ടിയല്ല. എനിക്കെന്തോ ഇപ്പോഴും അഭിയെ തന്നെയാണ് വിശ്വസിക്കാൻ തോന്നാത്തത്. അവനാണ് ചന്ദമോളുടെ അച്ഛനെന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം ആ കുട്ടിയുടെ മുഖത്തേക്ക് താനൊന്ന് സൂക്ഷിച്ചു നോക്കിയാൽ അഭിയുടെ ഒരു ഛായ അവളിൽ കാണാം. അതുമാത്രമല്ല, ഇതിന് പിന്നിൽ എന്തൊക്കെയോ ചില നാടകങ്ങൾ കൂടെ അവിടെ നടന്നിട്ടുണ്ട്. അനഘയുടെ ബന്ധുക്കളാണെന്ന് പറഞ്ഞ് 2 പയ്യന്മാരെ കണ്ടു. പക്ഷെ അവരെ കണ്ടു കഴിഞ്ഞാലോ നല്ല ഒന്നാന്തരം ഗുണ്ടകളാണെന്നേ തോന്നി. ഒട്ടും ജെനുവിനായിട്ടല്ല എനിക്ക് അവരെ തോന്നിയത്. ഞാനാണെങ്കിൽ അയൽപ്പക്കത്തൊക്കെ അന്വേഷിച്ചപ്പോ അവളുടെ ബന്ധുക്കളെ കുറിച്ച് അവർക്ക് ആർക്കും ഒരറിവില്ലെന്നാണ് എന്നോട് പറഞ്ഞത്. ഈ കുട്ടിയുടെ അച്ഛൻ ആരാണെന്ന് ചോദിച്ചപ്പോഴും അതും ആരാണെന്ന് അറിയില്ലെന്നും മൂർത്തി സാറിന്റെ കൊച്ചുമോനാണെന്ന് പോലും അവർക്ക് അറിയില്ലെന്നാണ് അവരിൽ നിന്നും എനിക്ക് കിട്ടിയ വിവരം. എന്തായാലും അനഘയുടെ കഴിഞ്ഞ കാലത്തെക്കുറിച്ചൊക്കെ അന്വേഷിക്കാൻ തന്നെ തീരുമാനിക്കുന്നുണ്ട് കേട്ടോ മൂർത്തി മുത്തശ്ശൻ. അഭിയാണെങ്കിൽ നേരെ റൂമിൽ ചെന്ന് സന്തോഷിച്ചിരിക്കുന്നുണ്ട്. ശേഷം DNA ടെസ്റ്റ് ചെയ്ത് ഹോസ്പിറ്റലിൽ വർക്ക് ചെയ്യുന്ന ഒരാളോട് അഭി സംസാരിക്കുന്നുണ്ട് ഫോണിൽ. ഒരുപാട് ക്യാഷൊക്കെ അയാൾക്ക് കൊടുത്ത് DNA ടെസ്റ്റിലെ മാറ്റം വരുത്തുകയായിരുന്നു അഭി ചെയ്തത്. നയനെ സംശയിച്ചതുപോലെ തന്നെ ഡോക്ടറുടെ നേതൃത്വത്തിൽ അസിസ്റ്റൻസ് കാര്യങ്ങളെല്ലാം ചെയ്യുന്ന സമയത്ത് ഡോക്ടറും അസിസ്റ്റൻസും ഒക്കെ ഒന്ന് കണ്ണടയ്ക്കുന്ന സമയം കൊണ്ട് അറ്റൻഡർ വന്നിട്ട് ആദർശിന്റെയും അഭിയുടെയും തമ്മിലുള്ള പേരങ്ങോട്ട് മാറ്റിവെക്കുകയാണ്. സാമ്പിളിന്റെ ആ ഒരു ടിന്നിലെ പേര് അങ്ങോട്ടും ഇങ്ങോട്ടും ആ അറ്റൻഡർ മാറ്റിവെക്കും. അപ്പൊ അങ്ങനെയാണ് അഭിയുടെ സാമ്പിളിൽ ആദർശിന്റെ പേരായതും റിസൾട്ടിലും ആദർശെന്നായതും. ഏതായാലും അഭി അയാളോട് നന്ദി പറയുന്നുണ്ട്. നീ ഉള്ളത് കൊണ്ടാണ് ഞാൻ രക്ഷപ്പെട്ടതെന്നും നിനക്ക് എത്ര ക്യാഷ് വേണമെങ്കിലും ചോദിച്ചാൽ ഞാൻ തരും. അഭിയുടെ ഈ ഓഫറൊക്കെ കണ്ടിട്ട് അറ്റൻഡർക്കും സന്തോഷമാവുന്നുണ്ട്. അങ്ങനെ അഭിയും അയാളും സന്തോഷത്തോടെ ചിരിച്ച് സംസാരിക്കുന്നതൊക്കെ നമ്മുടെ ആദർശം നയനയും കാണുന്നുണ്ട് കേട്ടോ. നയന ഉടനെ ആദർശനോട് പറയുന്നുണ്ട്, ആദർശേട്ടാ കണ്ടില്ലേ, ചന്ദമോളുടെ അച്ഛനെ ഇവൻ തന്നെയാ, അവന്റെ ഒരു ചിരി കണ്ടില്ലേ. ആദർശം അപ്പൊ പറയുന്നുണ്ട്, അതേ നയനെ, എനിക്ക് ഇവനെ നല്ല സംശയമുണ്ട്. DNA ടെസ്റ്റില് അവൻ എന്തൊക്കെയോ തിരിമറി കാണിച്ചിട്ടുണ്ട്. ഞങ്ങളുടെ 2 പേരുടെയും സാമ്പിൾസ് മാറ്റാനായിട്ട് വലിയ പാടൊന്നുമില്ലല്ലോ. പക്ഷെ നയന ചോദിക്കും, അതെങ്ങനെയാ ആദർശേട്ടാ, കിരണേട്ടനല്ലേ DNA ടെസ്റ്റ് ചെയ്യാൻ സാമ്പിളും കൊണ്ട് പോയത്, പിന്നെ എങ്ങനെയാ അവനെ തിരിമറി കാണിക്കാൻ പറ്റുന്നത്? അതിന് മറുപടിയായി ആദർശ്
അഭി ഇതിന്റെ പിന്നിൽ നന്നായിട്ട് കളിച്ചിട്ടുണ്ടെന്ന് തന്നെയാണ് പറയുന്നത്. ശേഷം നയന പറയും, ആദർശേട്ടൻ വിഷമിക്കണ്ട, ആദർശേട്ടന്റെ മേലിൽ വീണ ഈ ചെളി ഞാൻ തന്നെ കഴുകിക്കളയും, അവനെ കൊണ്ട് ഞാൻ തന്നെ കഴുകിക്കും. അതിനായിട്ടൊരു വഴിയും നയന തന്നെ ആദർശിന് പറഞ്ഞു കൊടുക്കുന്നുണ്ട്. അതിനോടനുബന്ധിച്ച് ആദർശും നയനയും ചേർന്നിട്ട് ഒരു ഗംഭീര ഡ്രാമ തന്നെ കളിക്കുകയാണ് അഭിയുടെ മുന്നിൽ. അഭി എന്തായാലും ആ ഡ്രാമയിൽ വീഴും എന്നുള്ളൊരു പ്രതീക്ഷയോടെ. പിന്നീട് നയന ആദർശിനെ കൊണ്ട് ഒരു ഹിഡൻ ക്യാമറയൊക്കെ വാങ്ങിപ്പിക്കുന്നുണ്ട്. അഭി പുറത്തു പോകുന്ന സമയം നോക്കി ആ ഹിഡൻ ക്യാമറ അവന്റെ മുറിയിൽ ചെന്ന് അവൻ കാണാത്ത സ്ഥലത്ത് സെറ്റ് ചെയ്യുന്നുണ്ട്. ശേഷം ആ ഹിഡൻ ക്യാമറ ലാപ്ടോപ്പുമായിട്ട് കണക്ട് ചെയ്യിപ്പിക്കുന്നു. പിന്നീട് താഴേക്ക് ചെന്നിട്ട് മുത്തശ്ശനോടും മുത്തശ്ശിയോടും ഒക്കെ ആയിട്ട് ആദർശം നയനയും ചേർന്ന് പറയുകയാണ്, മുത്തശ്ശ, എന്നെ വിശ്വാസമില്ലാത്ത ഈ വീട്ടില് ഞാൻ ഇനി ഒരു നിമിഷം നിൽക്കുന്നില്ല. അതെ മുത്തശ്ശ, എന്റെ ഭർത്താവില്ലാത്ത വീട്ടില് ഞാനും നിൽക്കുന്നില്ല. എന്നാൽ അത് കേട്ടുകൊണ്ട് വരുന്ന ദേവയാനി നയനയോടായിട്ട്, എന്തൊക്കെയാ മോളെ നീ പറയുന്നത്, വിശ്വാസമില്ലെന്ന് കരുതി വീട് വിട്ടു പോവുകയാണോ ചെയ്യേണ്ടത് എന്നൊക്കെ സങ്കടത്തോടെ ചോദിക്കുമ്പോ, എന്റെ ഭർത്താവിനെ ഇവിടെ ആർക്കും വിശ്വാസമില്ലല്ലോ അമ്മേ, അങ്ങനെയുള്ളപ്പോൾ ഞാനും ഇവിടെ നിൽക്കുന്നതിൽ ഒരർത്ഥവും ഇല്ല. എന്നാൽ മുത്തശ്ശൻ പറയും, നിങ്ങൾ എവിടേക്ക് വേണമെങ്കിലും പോക്കോ, പക്ഷേ ചന്തുമോളെയും കൂടെ കൂട്ടണം. ചന്തുമോളെയും കൂട്ടി നിങ്ങൾക്ക് എവിടെ വേണമെങ്കിലും പോകാം. ചന്തുമോൾ ഇവന്റെ മോളാണല്ലോ, അങ്ങനെയാണെങ്കിൽ നിങ്ങൾ തന്നെ ചന്തുമോളെ ഏറ്റെടുക്കണം. മുത്തശ്ശന്റെ വാക്കുകൾ കേൾക്കുമ്പോഴത്തേക്കും നയന സ്ഥാപിക്കുന്നുണ്ട്, ആദർശേട്ടന്റെ കുഞ്ഞല്ല ചന്തുമോളെന്നും, അതുകൊണ്ട് ഞങ്ങൾക്ക് ചന്തുമോളെ ഏറ്റെടുക്കേണ്ട കാര്യമില്ലെന്നും. ഇതേ സമയം അഭിയും ഇത് കേട്ടുകൊണ്ട് വരുന്നുണ്ട്. അഭി ഇത് കേൾക്കുമ്പോൾ വെറുതെ ഇരിക്കുവോ? അഭി പറയും, അതെവിടുത്തെ ന്യായ ഏട്ടത്തി പറയുന്നത്, ചന്തുമോളെ ഇവന്റെ മോളാണെന്നുള്ള കാര്യത്തില് കൃത്യമായിട്ടുള്ള തെളിവുണ്ട്. അതാണ് DNA ടെസ്റ്റ്. അതിലും വലിയ തെളിവൊന്നും ആർക്കും നൽകാൻ സാധിക്കില്ലല്ലോ. എന്നിട്ട് അതൊക്കെ അവഗണിച്ച് മുത്തശ്ശനെ മറികടന്ന് പോകാനാണോ നിങ്ങളുടെ തീരുമാനം? മുത്തശ്ശനാണെങ്കിലും ആദർശനോട് പറയുന്നുണ്ട്, ആദർശേ, നീ എന്റെ വാക്കിന് വില കൽപ്പിക്കുന്നുണ്ടെങ്കിൽ, നിനക്കെന്നോട് സ്നേഹമുള്ളത് സത്യമാണെന്നുണ്ടെങ്കിൽ നീ ഇപ്പൊ തന്നെ തിരിച്ചു കയറി പോകണം. അത് കേൾക്കുന്ന ആദർശാണെങ്കിലും ഞാൻ പോയിക്കോളാമെന്നും, പക്ഷെ എല്ലാവരോടുമായിട്ട് ഞാൻ പറയുകയാണ്, എന്റെ ദേഹത്ത് വീണ ഈ ചെളിയുണ്ടല്ലോ, അത് ഞാൻ തന്നെ കഴുകി കളഞ്ഞിരിക്കും. യഥാർത്ഥത്തിൽ ആ ചെളി എനിക്ക് എന്റെ നേരെ വാരി എറിഞ്ഞത് ആരാണെന്നും ഞാൻ കണ്ടുപിടിക്കുമെന്ന്. ആദർശ് ഇങ്ങനെയും പറഞ്ഞ് നയനയും കുട്ടി അകത്തേക്ക് പോകുമ്പോൾ മുത്തശ്ശി റൂമിൽ ചെന്ന് ആദർശനോട് ചോദിക്കുന്നുണ്ട്, എന്തൊക്കെ ആദർശ് നീ കാണിച്ചു കൂട്ടുന്നത്? നീയല്ലേ ഈ വീടിന്റെ മാതൃക, എന്നിട്ട് അങ്ങനെയുള്ള നീ തന്നെ ഈ വീടിന്റെ താളം തെറ്റിക്കുകയാണോ? എന്നാൽ അത് കേട്ട് നയന പറയും, മുത്തശ്ശി, ഏറിയാൽ ഒറ്റ ദിവസം അതിനുള്ളിൽ ആരാണ് ചന്തുമോളുടെ അച്ഛനെന്നുള്ള കാര്യം നിങ്ങൾ മനസ്സിലാക്കുമെന്ന്. രണ്ടുപേർക്കും കാര്യം മനസ്സിലാവുന്നില്ല. മുത്തശ്ശനും ചോദിക്കും, നിങ്ങൾ എന്താ ഉദ്ദേശിക്കുന്നതെന്ന്. അപ്പൊ നയന പറഞ്ഞു കൊടുക്കുന്നുണ്ട്, നിങ്ങളെ രണ്ടുപേരെയും ധിക്കരിച്ച് ഞങ്ങൾ ഒരിക്കലും ഈ വീട് വിട്ട് പോകില്ല. അതിനുവേണ്ടിയല്ല ഇതൊന്നും ചെയ്തത്. ഇതൊരാളുടെ മനസ്സ് മനസ്സിലാക്കാൻ വേണ്ടി മനഃപൂർവ്വം ഞങ്ങൾ ചെയ്തതാ. കള്ളൻ കപ്പലിൽ തന്നെ ഉണ്ടെങ്കിൽ അത് ഉറപ്പായിട്ടും പുറത്തു വരും. അതിനുവേണ്ടിയാണ് ഈ നാടകങ്ങളെല്ലാം കളിക്കുന്നതും എന്നും പറയുന്നുണ്ട് കേട്ടോ നയന. കാര്യങ്ങളെല്ലാം കേട്ട് കഴിയുമ്പോഴത്തേക്കും മുത്തശ്ശിക്കും തോന്നുന്നുണ്ട്, നയനയും ആദർശം കൂടി എന്തൊക്കെയോ ആലോചിച്ച് ചില തീരുമാനങ്ങൾ എടുക്കുന്നുണ്ട്. ഏതായാലും അത് നല്ലതാണെങ്കിൽ നടക്കട്ടെ, പക്ഷെ ഈ കാര്യങ്ങളൊന്നും ചന്തുമോൾ അറിയണ്ട. അവളുടെ മനസ്സ് വിഷമിക്കും എന്ന് ഓർമ്മിപ്പിക്കുമ്പോൾ ആ കുട്ടിയെ ഞങ്ങൾ ഒരിക്കലും വേദനിപ്പിക്കില്ലെന്ന് ഉറപ്പ് കൊടുക്കുന്നുണ്ട് നയനയും ആദർശം കൂടിയിട്ട്. പിന്നീട് അങ്ങോട്ട് അഭി ഒന്ന് പുറത്തു പോകാൻ വേണ്ടി കാത്തിരിക്കുകയാണ് ആദർശം നയനയും ചേർന്നിട്ട്. അങ്ങനെ ഒരു സമയം അഭി പുറത്തേക്ക് പോയി. അവൻ തിരിച്ച് വരാറായി എന്ന ആദർശനും നയനയ്ക്കും തോന്നിയതും അഭിയെ ഹിഡൻ ക്യാമറയ്ക്ക് മുമ്പിൽ സംസാരിപ്പിക്കാൻ വേണ്ടിയിട്ട് എന്താ നമ്മളൊരു ഇൻസിഡന്റ് ഉണ്ടാക്കുന്നത് തലപകഞ്ഞ് ആലോചിക്കുന്നുണ്ട് ആദർശം നയനയും കൂടിയിട്ട്. അങ്ങനെ അഭി തിരികെ എത്തിയിട്ട് ജലജയുടെ റൂമിലോട്ടാണ് കയറി പോകുന്നത്. ആദർശാണെങ്കിൽ ഇതെല്ലാം തന്റെ മുറിയിലെ ലാപ്ടോപ്പിലിരുന്ന് കാണുന്നുണ്ട്. അതെല്ലാം ലൈവായിട്ട് തന്നെ റെക്കോർഡ് ചെയ്യുന്നുണ്ട്. ജലജ അഭിയോടായിട്ട് പറയുന്നുണ്ട് കേട്ടോ, എടാ ആദർശിന്റെ ആപ്പീസൊക്കെ പൂട്ടി. എന്തായാലും ഇങ്ങനെ ഒരു ടെസ്റ്റ് ഞാൻ പ്രതീക്ഷിച്ചതല്ല. ഉർവശി ശാപ ഉപകാരം എന്ന് പറഞ്ഞതുപോലെ കാര്യങ്ങളെല്ലാം നമുക്ക് ഭാഗ്യമായിട്ടാടാ വരുന്നത് എന്നൊക്കെ ഇങ്ങനെ പറയുമ്പോൾ അഭിക്ക് കാര്യം മനസ്സിലാവുന്നില്ല. എന്താ കാര്യം എന്ന് ചോദിക്കുന്നുണ്ട്. എടാ അഭി, നീ ഒന്ന് ആലോചിച്ച് നോക്കിയേ, നിന്റെ സ്ഥാനം തെറിപ്പിച്ചവനല്ലേ ആ ആദർശ്. ഇപ്പൊ കണ്ടില്ലേ, അവന്റെ MD സ്ഥാനം വരെ പോകാൻ പോകുക. നീയും കണ്ടല്ലോ അവനും അവളും കൂടി ഇന്ന് ഇറങ്ങി പോവാൻ പോയത്. അത്രത്തോളം എത്തി കാര്യങ്ങളൊക്കെ. ഉടനെ അഭി പറയുന്നുണ്ട് കേട്ടോ, അവരങ്ങോട്ട് ഇറങ്ങി പോയാൽ മതിയായിരുന്നു. ഞാനാണെങ്കിൽ അവരിറങ്ങി പോണേന്ന് പ്രാർത്ഥിച്ചുകൊണ്ടായിരുന്നു നിന്നത്. അവൻ ഇറങ്ങിപ്പോയിരുന്നെങ്കിലേ സ്വത്തിന്റെ അവകാശം മുഴുവൻ നമുക്കല്ലേ കിട്ടാൻ പോവുക. അതെങ്ങനെയെങ്കിലും ഒക്കെ നമുക്ക് പിടിച്ചെടുക്കാമായിരുന്നു. പക്ഷെ എന്താ കാര്യം, അവനും അവളും ഒരിക്കലും ഇവിടെ വിട്ട് പോവില്ല. ഉടുമ്പ് പറ്റിക്കിടക്കുന്ന പോലെ ഇവിടെ തന്നെ കിടക്കുക. എന്തായാലും അഭിയും ജലജയും തമ്മിൽ സംസാരിക്കുന്ന എല്ലാം ലൈവായിട്ട് തന്നെ ആദർശും നയനയും കണ്ടുകൊണ്ടിരിക്കുകയാണ് ലാപ്ടോപ്പിൽ. തുടർന്ന് ജലജ പറയും, എന്തായാലും ആ ചന്തുമോൾ അവൾ ഒരിക്കലും ആദർശ
ആദർശിന്റെ മോളാണെന്ന് ഞാൻ വിശ്വസിക്കില്ലടാ. എനിക്ക് നല്ല സംശയമുണ്ട് ഇതിന് പിന്നിൽ നീയാണെന്ന്. നീ സത്യം പറ. ഇവിടെ ഇപ്പം ഞാൻ മാത്രമല്ലേ ഉള്ളൂ. നീ എന്നോടെങ്കിലും ഒന്ന് സത്യം പറയടാ മോനെ. നിനക്കാണല്ലോ അങ്ങനെയുള്ള സ്വഭാവങ്ങളൊക്കെ ഉള്ളത്. അതുകൊണ്ട് നീ അങ്ങനെ ചെയ്തെന്ന് പറഞ്ഞാലും എനിക്ക് വലിയ ഞെട്ടലൊന്നും ഉണ്ടാകാൻ പോകുന്നില്ല. ഇത് കേൾക്കുന്ന അഭിയാകട്ടെ ആ കുട്ടിയുടെ അച്ഛൻ താൻ തന്നെയാണെന്ന് സമ്മതിക്കുന്നുണ്ട് കേട്ടോ ജലജയുടെ മുമ്പില്. ജലജ അത് കേട്ടിട്ടും പറയും, എന്തായാലും എനിക്ക് ഒരുപാട് സന്തോഷമായടാ. കുറെ കാലം കൂടി വീട്ടിൽ ഇങ്ങനെ ഒരു താളം തെറ്റിലുണ്ടാകുമ്പോ, അതും ആദർശ കാരണം ഇങ്ങനെ ഒരു താളം തെറ്റിലുണ്ടാകുമ്പോ എനിക്ക് അത് മതി സന്തോഷിക്കാൻ. എന്നെ ഒരുപാട് പുച്ഛിച്ചിട്ടുണ്ട് ആ ആദർശും അവന്റെ അമ്മ ദേവയാനിയും കൂടിയിട്ട്. അവര് നിന്റെ കാര്യം പറഞ്ഞുകൊണ്ട് എന്നെ എപ്പോഴും താഴ്ത്തി കെട്ടുമായിരുന്നു. ഏതായാലും സൽസ്വഭാവിയായി നടന്ന അവരുടെ മകൻ തന്നെയാണല്ലോ ഇപ്പൊ ഇങ്ങനെ ഒരു കാര്യം ചെയ്തത്. അതുകൊണ്ട് എനിക്ക് അതൊക്കെ അവരോട് പറഞ്ഞ് ഞാൻ അവനെയൊക്കെ ഒരുപാട് കുത്തി നോവിക്കുകടാ. അവരുടെ അപ്പോഴത്തെ വിഷമം കണ്ട് എനിക്ക് മനസ്സ് നിറഞ്ഞ് സന്തോഷിക്കണം. ഇതുവരെ ഞാൻ അനുഭവിച്ച വേദന എന്താണെന്ന് അവളും അറിയണം. ആ ദേവയാനി എന്റെ മകനെ അവൾ എന്തൊക്കെ പറഞ്ഞിട്ടുണ്ട്. ആ സമയത്തൊക്കെ അവള് രസിക്കുകയല്ലായിരുന്നോ? ഏതായാലും ഇനി ഞാൻ കുറച്ച് രസിക്കട്ടെ. അവളുടെ മോനെ കൊണ്ട് അവൾ അനുഭവിക്കണം. ഈ ഒരു സന്തോഷം എനിക്ക് കുറെ കാലം അനുഭവിക്കാൻ വേണം. പിന്നെ നിന്റെ ഭാര്യ ഉണ്ടല്ലോ നവ്യ, അവളിപ്പോ അവളുടെ വീട്ടിലാണല്ലോ. അവൾ ഇങ്ങോട്ട് തിരിച്ചു വരാതിരിക്കാൻ നീ നിന്നെ കൊണ്ട് ചെയ്യാൻ പറ്റുന്നൊക്കെ ചെയ്യ്. ജലജയുടെ വാക്കുകൾ കേട്ട അഭിയും പറയുന്നുണ്ട്, അതിനും ഞാനൊരു പ്ലാൻ തയ്യാറാക്കുന്നുണ്ടെന്ന്. ഇവരുടെ മനസ്സിലിരിപ്പൊക്കെ അറിയുമ്പോഴത്തേക്കും ആദർശും നയനയും ഒക്കെ ശരിക്കും ഞെട്ടിത്തരിക്കുന്നുണ്ട്. നവ്യ ഇങ്ങോട്ട് വരാതിരിക്കാൻ വേണ്ടി അഭി എന്തോ ഒരു പ്ലാൻ ചെയ്തിട്ടുണ്ടെന്ന് അറിയുമ്പോഴത്തേക്കും നയനയ്ക്കും ആദർശനും വല്ലാത്ത അന്താളിപ്പ് വരുന്നുണ്ട്. കാരണം അഭി എന്താണ് പ്ലാൻ ചെയ്യാൻ പോകുന്നതെന്ന് അറിയില്ലല്ലോ. ഇപ്പോഴാണെങ്കിൽ നവ്യയുടെ മനസ്സ് പൂർണ്ണമായി മാറ്റിയിരിക്കുകയാണ്. ഇനി നവ്യയ്ക്കും കുഞ്ഞിനും എന്തെങ്കിലും സംഭവിക്കും എന്നുള്ളൊരു കാര്യത്തില് നയനയ്ക്കും ആദർശനും ഒക്കെ വല്ലാത്ത ആശങ്ക തോന്നുകയാണ്. പിന്നീട് ജലജയാണെങ്കിൽ അഭിയുടെ മുറിയിൽ നിന്ന് ഇറങ്ങിപ്പോകുമ്പോൾ അഭി ഭയങ്കര സന്തോഷമായിട്ട് ഹാപ്പി ആയിട്ട് ആ കട്ടിലിൽ കിടക്കുന്നുണ്ട്. തൊട്ടടുത്ത നിമിഷം അഭിക്ക് ഒരു കോള് വരുന്നു. ആ കോളിൽ നിന്ന് അവനോട് പൈസയൊക്കെ ചോദിക്കുകയാണ് കേട്ടോ. അപ്പൊ അഭി ചോദിക്കുന്നുണ്ട്, നിനക്ക് ഞാനൊരു 10 ലക്ഷം രൂപ തരാമെന്നല്ലേ പറഞ്ഞത്? നിനക്ക് ഞാനത് തന്നു കഴിഞ്ഞു. കാര്യം നടന്നു കഴിഞ്ഞ് DNA ടെസ്റ്റിലെ ആളിന്റെ പേര് മാറ്റി എഴുതിയപ്പോ ആ ഒരു സാമ്പിൾ നീ മാറ്റി വെച്ചപ്പോ നിനക്കൊരു 5 ലക്ഷം രൂപ കൂടെ ഞാൻ വേറെ തന്നു. എന്നിട്ട് അങ്ങനെയുള്ള എന്നോട് നീ പിന്നെയും പൈസ ചോദിക്കുന്നോടാ. അങ്ങനെയും പറഞ്ഞ് അഭി അയാളോട് ചൂടാവുമ്പോ അയാൾ അഭിയോട് പറയുന്നുണ്ട്, സാറേ ഞാൻ അന്ന് ചെയ്ത കാര്യത്തിന്റെ വീഡിയോ ഞാൻ പക്കയായിട്ട് എടുത്തു വെച്ചിട്ടുണ്ട്. അത് മാത്രമല്ല സാർ എനിക്ക് അയച്ച വോയിസും സാർ എനിക്ക് അയച്ചെന്ന വീഡിയോസും പൈസ എന്നതിന്റെ വീഡിയോസും എല്ലാം എന്റെ ഫോണിലുണ്ട്, കിടപ്പുണ്ട്, എല്ലാം ഭദ്രമായിട്ടുണ്ട്. അതുകൊണ്ട് സാറിന് എന്നെ പറ്റിച്ച് തടി വീരാൻ പറ്റുമെന്ന് ഒരിക്കലും വിചാരിക്കണ്ട. അത് വ്യാമോഹമാണ്. അയാളുടെ ഈ ഭീഷണി കാണുമ്പോഴത്തേക്കും അഭി ചോദിക്കുന്നുണ്ട്, എടാ നീ എന്നെ ഭീഷണിപ്പെടുത്താൻ നോക്കുകയാണോ എന്ന്. ആ ഭീഷണിക്കൊന്നും ഞാൻ വഴങ്ങില്ല. അതിനൊക്കെ നീ വേറെ ആളെ നോക്ക്. എന്നാൽ അയാൾ അഭിയോട് സാറ് തന്നെ സമ്മതിക്കുന്നു, സാറ് തന്നെ എല്ലാം ചെയ്തു വരുമെന്നും വെല്ലുവിളിക്കുകയാണ് കേട്ടോ. ഇതെല്ലാം നമ്മുടെ നയനയും ആദർശം ലൈവായിട്ട് കേട്ടുകൊണ്ടിരിക്കുകയാണല്ലോ. ആദർശാണെങ്കിൽ ഇതെല്ലാം കൃത്യമായിട്ട് തന്നെ റെക്കോർഡ് ചെയ്ത് എടുക്കുന്നുമുണ്ട്. അതേസമയം നയന ആദർശനോട് പറയുന്നുണ്ട്, ഇവൻ തന്നെയായിരിക്കും ഇതിന്റെ പിന്നിലെന്ന്. നമ്മൾ വിശ്വസിച്ചത് സത്യമായത് കണ്ടില്ലേ എന്ന്. ഇവൻ തന്നെയായിരിക്കും കള്ളനെന്ന് ഞാൻ പറഞ്ഞതിപ്പോ സത്യമായില്ലേ ആദർശേട്ടാ? അതേസമയം അഭി നല്ലോണം വിരട്ടുന്നുണ്ട് ആ അറ്റൻഡറെ. നിനക്ക് എന്റെ സ്വഭാവം ശരിക്കും അറിയില്ലടാ. ആരെയും കൊല്ലാൻ പോലും മടിക്കാത്തവനാ ഞാൻ. നീ എന്നെ കൂടുതൽ ഭീഷണിപ്പെടുത്താനുണ്ടല്ലോ, നിന്നെയും കൊന്നു കളയും ഞാൻ. അതിനുള്ള ആൾക്കാരൊക്കെ എന്റെ കയ്യിലുണ്ട്. 5 ലക്ഷം രൂപ കൊടുത്താ നിന്റെ കാര്യം പിന്നെ അധോ ഗതിയാണെന്നൊക്കെ അഭി പറയുന്ന സമയത്ത് അറ്റൻഡർ ആണെങ്കിലും ഈ ഭീഷണിയൊന്നും മുകളിലേക്ക് എടുക്കുന്നില്ല. അയാൾ തിരിച്ചു പറയുന്നുണ്ട്, നീ എന്നെ കൊന്നു കളഞ്ഞിട്ട് ഒരു കാര്യമില്ലടാ. തെളിവുകളെല്ലാം ഞാൻ എന്റെ ഫ്രണ്ട്സിന് കൈമാറിയിട്ടുണ്ട്. എന്റെ കയ്യിലുള്ള വീഡിയോസും തെളിവുകളും എല്ലാം അതെല്ലാം നിന്റെ മുത്തശ്ശന് ഞാൻ അയച്ചു കൊടുക്കും. നീ എന്നെ കൊല്ലാൻ പോവുകയാണെന്നൊരു സൂചന കിട്ടിയ എന്തായാലും ഉറപ്പായിട്ടും ഞാൻ അതിനെ അയച്ചു കൊടുക്കും. അതുകൊണ്ട് ഞാൻ പറഞ്ഞ ക്യാഷ് നീ മര്യാദയ്ക്ക് തരുന്ന നിനക്ക് നല്ലത് എന്നും പറഞ്ഞ് അയാൾ ഫോൺ കട്ടാക്കുന്നുണ്ട്. അഭയാണെങ്കിലും ആ ഫോണെല്ലാം കട്ടിലേക്ക് വലിച്ചെറിഞ്ഞുകൊണ്ട്, നാശം പിടിച്ചവൻ, ഇവനിപ്പോ എനിക്കൊരു പാരയായി മാറിയല്ലോ. ഇനിയിപ്പോ എല്ലാ ദിവസവും ഇതും പറഞ്ഞ് ഇവൻ ക്യാഷ് ചോദിക്കുമല്ലോ. എന്തായാലും അവനെ അങ്ങനെ വിടാൻ പറ്റില്ല. അങ്ങനെയും സ്വയം പറഞ്ഞുകൊണ്ട് അഭി ഫോൺ എടുത്ത് ഗുണ്ടകളെ വിളിക്കുന്നുണ്ട്. എന്നിട്ട് ഈ അറ്റൻഡറെ എത്രയും പെട്ടെന്ന് തീർത്ത് കളഞ്ഞേക്കാൻ അവർക്ക് കൊട്ടേഷൻ കൊടുക്കുകയാണ്. ഇന്ന് രാത്രിക്ക് തന്നെ അവനെ തീർക്കണമെന്നും ഒരു ആക്സിഡന്റ് ആണെന്നേ തോന്നാൻ പാടുകയുള്ളൂ. അവൻ ഹോസ്പിറ്റലിലെ ഡ്യൂട്ടി എല്ലാം കഴിഞ്ഞ് വൈകുന്നേരം 7 മണിയൊക്കെ ആകുമ്പോഴത്തേക്കും ബൈക്കും കൊണ്ടാണ് അവന്റെ വീട്ടിലേക്ക് പോകുന്നത്. കുറെ ദൂരമുണ്ട്. അതുകൊണ്ട് തന്നെ വീട്ടിലേക്ക് പോകുന്ന വഴിയിൽ എവിടെയെങ്കിലും വെച്ച് ആരും ഇല്ലാത്തപ്പോ നോക്കി അവനെ അങ്ങ് തീർത്തേക്കണം. ഗുണ്ടകളാണെങ്കിൽ ശരിയെന്ന് സമ്മതിക്കുന്നുണ്ട്. അഡ്വാൻസ് അയച്ചു കൊടുക്കാൻ അവർ ആവശ്യപ്പെടുന്നുണ്ട്. അങ്ങനെ അഭയാണെങ്കിൽ അഡ്വാൻസ് ഒക്കെ ഗുണ്ടകൾക്ക് അയച്ചു കൊടുത്ത കാര്യങ്ങളെല്ലാം സെറ്റ് ആക്കുന്നുണ്ട്.
അപ്പോൾ എല്ലാ സംഭവങ്ങളും ആദർശും നയനയും ലാപ്ടോപ്പിലൂടെ കണ്ടുകൊണ്ടിരിക്കുകയാണല്ലോ. അവർ രണ്ടുപേരും ശരിക്കും ഷോക്ക് ആവുന്നുണ്ട്. എന്നാലും ഇതുപോലൊരു കുരുക്കില് ആദർശിനെ അവൻ പെടുത്തിയല്ലോ. അതും പോരാഞ്ഞ് അവനെ അതിനുവേണ്ടി സഹായിച്ച ആളെ തന്നെ ഇപ്പൊ ഒരു ദാക്ഷിണ്യവും കൂടാതെ ഗുണ്ടകളെ വിളിച്ച് കൊല്ലാനും നോക്കുന്നു. അബിയുടെ ഈ ഒരു ദുഷ്ട മനസ്സിനെ കുറിച്ച് ആലോചിക്കുമ്പോൾ രണ്ടുപേർക്കും വല്ലാതെ പേടിയാകുന്നുണ്ട്. എന്തായാലും കാര്യങ്ങൾ കൂടുതൽ വഷളാകുന്നതിന് മുമ്പേ കാര്യങ്ങളെല്ലാം ഞാൻ എല്ലാവരെയും കാണിച്ചു കൊടുക്കാൻ പോവാണെന്ന് പറഞ്ഞിട്ട് ആദർശ് ലാപ്ടോപ്പ് എടുത്തിട്ട് അവിടുന്ന് പോകാൻ തുടങ്ങുന്നതും നയനെ ചോദിക്കുന്നുണ്ട് ഇതൊക്കെ നവ്യേച്ചി അറിയുമ്പോഴുള്ള ഒരു അവസ്ഥ ഒന്ന് ആലോചിച്ച് നോക്കാൻ. അപ്പൊ ആദർശ് തിരിച്ചു ചോദിക്കുന്നുണ്ട് എന്റെ നിരപരാധിത്വം അപ്പൊ തെളിയിക്കണ്ടേന്ന്. നയനയും പറയുന്നുണ്ട് തെളിയിക്കണമെന്ന് തന്നെ, പക്ഷേ കുറച്ച് സമയം കൂടെ കാത്തിരുന്നാൽ അത് കൂടുതൽ നല്ലതായിരിക്കുമെന്നും. കാരണം വേറൊന്നുമല്ല, നവ്യയുടെ അവസ്ഥയെക്കുറിച്ച് ഓർത്തിട്ടാണ് നയന അങ്ങനെ പറയുന്നത്. സ്വന്തം ഭർത്താവാണ് ചന്ദമോളുടെ അച്ഛനെന്നറിയുമ്പോൾ നവ്യേച്ചിക്ക് അതെങ്ങനെ താങ്ങാൻ കഴിയുമെന്ന് അറിയില്ലെന്നൊക്കെ നയന സങ്കടത്തോടെ പറയുന്നത് കേട്ടിട്ട് ആദർശാണെങ്കിലും പിന്നീട് തീരുമാനിക്കുന്നുണ്ട് സാരമില്ല, ഇത്രയും കാലം ഞാൻ അപമാനം സഹിച്ചല്ലോ, കുറച്ച് ദിവസം കൂടെ അതെനിക്ക് സഹിക്കുന്നുണ്ട്, ഒരു കുഴപ്പമില്ല. പക്ഷെ അത് നവ്യ ഇങ്ങോട്ട് വരുന്നത് വരെ മാത്രമേ ഉള്ളൂ. അതിനുശേഷം ഞാൻ ഈ ഒരു വീഡിയോ എല്ലാവരെയും കാണിക്കുമെന്ന് തന്നെ ആദർശ് പറയുന്നുണ്ട് നയനയോട്. ശരിയെന്ന് സമ്മതിക്കുന്നുണ്ട് നയനയും. ആദർശേട്ടന് എന്തായാലും അഭിയുടെ ഈ ക്രൂരതകൾ മുഴുവൻ എല്ലാവരെയും കാണിക്കണം, അതുവരെ ഈ രഹസ്യം നമ്മൾ മാത്രം അറിഞ്ഞാൽ മതിയെന്ന് പറഞ്ഞ് ആദർശും നയനയും അത് വേറെ ആരും അറിയാതെ ആ രഹസ്യം അവരുടെ മനസ്സിൽ തന്നെ വെക്കുന്നുണ്ട്. അതോടൊപ്പം ആ അറ്റൻഡറെ നമുക്ക് എങ്ങനെയെങ്കിലും രക്ഷിക്കണമെന്നും നയന ആദർശനോട് പറയുന്നുണ്ട്. ആദർശന് അതത്ര ഉൾക്കൊള്ളാൻ സാധിക്കുന്നില്ല. കാരണം അഭിയെപ്പോലെ തന്നെ ഒരു ക്രൈമാണ് ആ അറ്റൻഡറും ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് അവൻ അത് അനുഭവിക്കേണ്ടത് തന്നെയാണെന്ന് പറയുമ്പോൾ നയന പറഞ്ഞു കൊടുക്കും ആദർശേട്ടാ, അവൻ ക്രൈം ചെയ്തു എന്നുള്ളത് സത്യം തന്നെയാണ്, അവൻ അതിനുള്ള ശിക്ഷയും കിട്ടണം. പക്ഷെ അവന്റെ ജീവൻ പോയി കഴിഞ്ഞാൽ അവനെ ആശ്രയിച്ച് ജീവിക്കുന്ന ഒരു കുടുംബമുണ്ട്. ആ കുടുംബത്തിന് അറിയില്ലല്ലോ അവൻ ഇത്തരത്തിലുള്ള ഫ്രോഡ് പണികളൊക്കെയാണ് ചെയ്യുന്നതെന്ന്. ആ കുടുംബത്തിനെ ഓർത്തെങ്കിലും നമുക്ക് അവനെ രക്ഷിക്കണമെന്ന് തന്നെ പറയുകയാണ് കേട്ടോ നയന. അങ്ങനെ പിന്നീട് നയനയും ആദർശം കൂടിയിട്ട് ആ അറ്റൻഡറെ പോയി കാണുന്നുണ്ട്. എന്നിട്ട് അയാളെ അറിയിക്കുന്നുണ്ട് അഭി നിങ്ങളെ കൊല്ലാൻ നോക്കുന്നു എന്നുള്ള കാര്യം. ഇതൊക്കെ കേട്ട അയാളാണെങ്കിലും ഷോക്ക് ആവുന്നുണ്ട്. സത്യമാണോ എന്ന് ചോദിക്കുന്നുണ്ട്. സത്യമാണെന്നും ഇക്കാര്യങ്ങളെല്ലാം അഭിയുടെ നാവിൽ നിന്ന് തന്നെ കേട്ടതാണെന്നും ആദർശ് അറിയിക്കുന്നുണ്ട് അയാളെ. കാര്യങ്ങളെല്ലാം എനിക്കിപ്പോൾ അറിയാം, അതുകൊണ്ട് 2 ദിവസം കഴിയുമ്പോൾ നിന്റെ ആവശ്യം എനിക്കുണ്ട്. നീ സത്യങ്ങളെല്ലാം എന്റെ മുത്തച്ഛനോട് തുറന്നു പറയണം. അങ്ങനെയാണെങ്കിൽ ഞാൻ നിന്നെ രക്ഷിക്കാം. തെളിവുകളെല്ലാം നിന്റെ കയ്യിലുണ്ടെന്ന് എനിക്കറിയാം, അതെല്ലാം നീ സൂക്ഷിച്ചു വെച്ചോ. അങ്ങനെ അറ്റൻഡർ ആണെങ്കിലും വേറെ വഴിയില്ലാതെ അതിനോട് സമ്മതിക്കുന്നുണ്ട്. അഭി തന്നെ കൊല്ലാനും കൂടെ പ്ലാൻ ചെയ്തു എന്ന് അറിയുമ്പോഴത്തേക്കും അയാളെ പിന്നെ ഒന്നും നോക്കാതെ ആദർശിന്റെ കൂടെ തന്നെ നിൽക്കാൻ തീരുമാനിക്കുകയാണ്. മാത്രമല്ല അഭിക്കിട്ട് നല്ലൊരു പണി കൊടുക്കാനും ആ അറ്റൻഡർക്ക് വാശിയാവുന്നുണ്ട്. തുടർന്ന് അയാള് ഞാൻ എങ്ങനെ രക്ഷപ്പെടുമെന്ന് ആദർശനോട് ചോദിക്കുമ്പോൾ ആദർശ് പറഞ്ഞു കൊടുക്കുന്നുണ്ട് രാത്രി താൻ ആ വഴിക്ക് തന്നെ പൊക്കോ, അതിനുള്ള ഏർപ്പാടൊക്കെ ഞാൻ ചെയ്തിട്ടുണ്ട് എന്നിങ്ങനെ. അങ്ങനെ ആദർശ് പോലീസിൽ വിളിച്ചിട്ട് ഇതുപോലൊരു ഗുണ്ട ആക്രമണം അവിടെ നടക്കാൻ സാധ്യതയുണ്ടെന്നും ഇന്ന സ്ഥലത്താണ് ഇന്ന സമയത്താണെന്നൊക്കെ വിളിച്ചറിയിക്കുകയാണ്. പോലീസുകാർ അവിടെ ഒളിഞ്ഞു നിന്ന് നിരീക്ഷിക്കുന്നുണ്ട്. അങ്ങനെ അഭി പറഞ്ഞയച്ച ഗുണ്ടകള് അറ്റൻഡറെ ആക്രമിക്കാൻ വരുന്നതും കറക്റ്റ് സമയത്ത് തന്നെ പോലീസുകാർ ആ ഗുണ്ടകളെ പിടികൂടി അറ്റൻഡറെ രക്ഷിക്കുന്നുണ്ട്. അഭിയാണെങ്കിൽ ഇവിടെ തന്റെ പ്ലാനുകളെല്ലാം പൊളിഞ്ഞതോർത്ത് ആകെ നിരാശയിലും ദേഷ്യത്തിലും അങ്ങനെ തന്നെ നിൽക്കുന്നു. ആദർശും നയനയും ആണെങ്കിൽ തെളിവുകളൊക്കെ അവരുടെ കയ്യിലുണ്ട്. ഇനി മുത്തശ്ശനെ അത് കാണിച്ചു കൊടുത്താൽ മാത്രം മതിയല്ലോ, അതിനുവേണ്ടി റെഡിയായിട്ട് നിൽക്കുകയാണ് രണ്ടുപേരും. അങ്ങനെ താമസിയാതെ എല്ലാ കാര്യങ്ങളും അനന്തപുരിയിലുള്ള എല്ലാവരുടെയും മുമ്പിൽ വെച്ച് തന്നെ വെളിപ്പെടുത്തുന്നുണ്ട്. തെളിവ് സഹിതം തന്നെയാണ് എല്ലാവർക്കും മുമ്പിലും കാണിച്ചു കൊടുക്കുന്നത്. അങ്ങനെ അഭി അനന്തപുരി തറവാട്ടിൽ നിന്നും അടിച്ച് പുറത്താക്കുകയാണ് കേട്ടോ മൂർത്തി മുത്തശ്ശൻ. അപ്പോൾ ഇത്തരത്തിലുള്ള അടിപൊളി എപ്പിസോഡുകളൊക്കെയാണ് ഇനി പത്രമാറ്റിൽ വരാനിരിക്കുന്നത്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. താങ്ക്